ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. നിങ്ങളിപ്പോൾ ഇത് കാണുന്നില്ലേ? ഇത് പുഴുങ്ങി വെച്ച മുട്ടയാണെന്നല്ലേ നിങ്ങൾക്ക് തോന്നുള്ളൂ. എന്നാൽ ഇത് എഗ്ലെസ് എഗ്ഗാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാൽ 1/2 ലിറ്റർ, ചൈന ഗ്രാസ് 10 ഗ്രാം, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, വാനില എസൻസ് 1 ടീസ്പൂൺ. ആദ്യം നമുക്ക് ചൈന ഗ്രാസ് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തിയെടുക്കാം. ഒരു 5 മിനിറ്റ് ഇത് കുതിർന്ന് വരാൻ വേണ്ടി വെക്കാം. നമുക്കൊരു സോസ് പാൻ വെച്ച് പാല് തിളപ്പിക്കാൻ വെക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡബിൾ ബോയിൽ ചെയ്യാനും വെക്കാം. ചൈന ഗ്രാസ് ഞാൻ 5 മിനിറ്റ് നല്ലതുപോലെ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇത് ഒഴിക്കണം. പാല് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൈന ഗ്രാസ് മെൽറ്റായത് ചേർക്കാം. രണ്ടിനും ഒരേ ചൂടായിരിക്കണം ഇത് മിക്സ് ചെയ്യുമ്പോൾ വേണ്ടത്. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ഇനി ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മെൽറ്റായ ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡിയായി. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മുട്ടയുടെ ഷെല്ലുകളാണ്. അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കണം. ഇത് ചെറിയ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊരു എഗ് റാക്കിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ എഗ് ഷെൽസിൽ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട അല്ലാത്ത മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ മുട്ടയുടെ ഷെല്ല് എങ്ങനെയാണോ നമ്മൾ പൊളിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതും ചെയ്യാം. മുട്ട അല്ലാത്ത ഈ മുട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.